ഞാനിപ്പോ ഓർക്കുന്നത് ഒരു ദിവസം ഒരു സ്കിറ്റ് കഴിഞ്ഞു. അപ്പം അധികം വേദനിപ്പിക്കാതെ പറയും ഇത് ചെയ്യുന്ന ഒരാളാവുമ്പോ. അപ്പൊ നമുക്കൊക്കെ ആണെങ്കിലും ഇപ്പൊ അശോകൻ ചേട്ടൻ വന്നിരുന്നാലും നമ്മളിത് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്ന ഒരു സ്റ്റേജിൽ ഒരു സ്കിറ്റ് കളിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്ന നമ്മൾ കളിച്ച ഒരാളെ ഇതായിട്ട് ചെയ്യൂല. അപ്പൊ ഒരുത്തർ ഇച്ചിരി ഉഴപ്പിയിട്ടൊക്കെ ചെറുതായിട്ട് പല പണിയൊക്കെ കാണിച്ചിട്ട് അവസാനം ഇവന്റെ സ്കിറ്റ് ഭേഷ പൊളിഞ്ഞു എന്ന് പറഞ്ഞാല് അടപടലമായിപ്പോയി. ക്യാമറാമാരുൾപ്പെടെ ആ ഫ്ലോറ് മരിച്ചു വിടുവലായിപ്പോയി. അത്ര നേരം ശരിയൊക്കെ നിർത്തിയിട്ട് കൽപ്പന ചേച്ചി ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയപ്പം ഇവരുടെ എന്റെ കുഞ്ഞെ 2 റൗണ്ടും കൂടെ കഴിഞ്ഞാൽ ഇതിന്റെ ഫൈനലല്ലേ, നീ ഇപ്പൊ എക്സ് സങ്കല്പിച്ചോ അവന്റെ പേര്, അവനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നതല്ലേ. അപ്പൊ എക്സ് നീ ഇത് 2 റൗണ്ട് കഴിഞ്ഞാൽ ഫൈനലല്ലേ, നീ ഇപ്പൊ ഇങ്ങനെ ഉഴപ്പിയാൽ എങ്ങനെ ശരിയാവും, അതെന്താ ചെയ്യാവുന്നത്, അത് നിനക്ക് ഇങ്ങനെ ഉത്തരവാദിത്തമില്ല, നിങ്ങൾ ഇത്ര റൗണ്ട് എത്തിയില്ലേ, 10 ലക്ഷം രൂപയെ നിങ്ങൾ ഇത്ര അടുത്തെത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ കുറെ നേരം പറയാം. അപ്പൊ ഇവൻ പെട്ടെന്ന് ഇവൻ ഇച്ചിരി കണ്ണൊക്കെ നിറഞ്ഞിട്ട് പോലെ. കാരണം ചേച്ചി സ്നേഹത്തോടെ അവരുടെ കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവന് അവിടെ ഒരു ചെറിയ കൃഷി ഇറക്കി. ഇവനൊന്ന് കണ്ണ് നിറഞ്ഞാലൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ സ്കിറ്റ് പഠിച്ച സമയത്ത് വേറെ 4 പേരായിരുന്നു, അവര് 4 പേരും കൂടി ഇന്നലെ രാത്രി എന്നെ ചതിച്ചു, അവരാരും ഇന്ന് വന്നില്ല, ഒരു ചെറിയ വഴക്കൽ. ഇവര് 3 ഈ 4 പേരെ എനിക്ക് ഇന്ന് രാവിലെ കിട്ടിയതാണ്. ഇന്ന് രാവിലെ കിട്ടിയ 4 പേരെ വെച്ചിട്ടാണ് ഞാനിപ്പോ ഈ 1 മണിയാകുമ്പോഴത്തേക്ക് ഈ സ്കിറ്റ് ഇവിടെ അവതരിപ്പിച്ചത്. ചേച്ചി എന്നിട്ട് അവര് 4 നന്നായല്ലോ, നീ എങ്ങനെ ഇത്രയും മോശമായത്?